എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്ന് യൂണിഫോം പാവാടയിൽ എളുപ്പത്തിൽ എങ്ങനെ പോക്കറ്റ് വയ്ക്കാമെന്നാണ് കാണിക്കുന്നത്. അപ്പോൾ വീഡിയോ കാണാം. അപ്പോൾ ഇതിൽ തുണിയുള്ളത് 1/10 56 ഇഞ്ച് വീതിയുള്ള പാൻറ് തുണിയാണ്. അപ്പോൾ ഈ ഇത്രയും വീതിയുള്ള തുണിയിലാണ് ഈ മെത്തേഡിൽ പോക്കറ്റ് വയ്ക്കാൻ പറ്റുള്ളൂ. സാധാരണ 36 ഇഞ്ച് വീതിയിൽ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഇതിങ്ങനെ രണ്ടായിട്ട് ഇതുപോലെ മടക്കിയെടുക്കുക. എന്നിട്ട് അപ്പോൾ ഇതിൻ്റെ അരവണ്ണം 22 ഇഞ്ചാണ്. അതിൻ്റെ 3 ഇരട്ടി. സാധാരണ വൺ സൈഡ് പ്ലേറ്റിനും ഇതേപോലെ തന്നെ 3 ഇരട്ടി എടുക്കണം. ഇത് ബോക്സ് പ്ലേറ്റ് ആണ്. ഇവിടെ വന്നിട്ട് ഈ കരപ്പീസ് നമുക്ക് തയ്യത്തുമ്പായിട്ട് എടുക്കാം. അത് കഴിഞ്ഞിട്ട് 22ൻ്റെ പകുതി 11ൻ്റെ 3 ഇരട്ടിയാണ് എടുക്കേണ്ടത്. കാരണം ഇത് 2 മടക്കാണ്. അപ്പോൾ 11ൻ്റെ 3 ഇരട്ടി എന്ന് പറയുമ്പോൾ 33 ഇഞ്ച് വരും. ഈ 33 ഇഞ്ചിൽ ഇതേപോലെ സ്ട്രൈറ്റ് ആയിട്ട് ഒരു വര വരയ്ക്കുക. അതിന് ശേഷം ഇവിടെ നമുക്ക് ഒരു 6 ഇഞ്ച് മാർക്ക് ചെയ്യുക. എന്നിട്ട് താഴേക്ക് ഒരു 10 15 ആദ്യം നമുക്ക് ആവശ്യത്തിനനുസരിച്ച് എടുക്കാം. 10 ഇഞ്ച് മാർക്ക് ചെയ്യാം. ഇവിടേക്ക് അതേപോലെ ഒന്ന് ചരിച്ചു കൊടുക്കുക. ഇനി ചെയ്യാനുള്ളത് ഇവിടെ ഒരു 1/2 ഇഞ്ചിലധികം തയ്യത്തുമ്പിടുക. എന്നിട്ട് ഇത് കട്ട് ചെയ്തെടുക്കുക. ഇനി ഇവിടെ വന്നിട്ട് ഒരു 1 ഇഞ്ച് മാർക്ക് ചെയ്യുക. ഒരു 4.5 ഇഞ്ച് പോക്കറ്റ് ഓപ്പൺ മാർക്ക് ചെയ്യുക. അതിനുശേഷം ഇത് നമ്മൾ തയ്ച്ച് കാണിക്കാം. ഇനി ഇവിടെ നിന്ന് ഇതിൻ്റെ ബാൻഡ് എടുക്കാം. ബാൻഡ് നമുക്ക് വേണ്ടത് 22 ഇഞ്ചാണ്. അപ്പോൾ ആദ്യം ഒരു 2 ഇഞ്ച് തയ്യത്തുമ്പിടാം. പിന്നെ ഒരു 11 ഇഞ്ച്. ബാൻഡിൻ്റെ വീതി 2 ഇഞ്ചാണ് വേണ്ടത്. അപ്പോൾ 2ഉം 2ഉം 4ഉം 2 സൈഡിൽ മടക്കാൻ ഒരു 1/2 ഇഞ്ച് വീതം, അങ്ങനെ 5 ഇഞ്ചിൽ മാർക്ക് ചെയ്യാം. ഈ കരി ഒഴിവാക്കാം. ഇത് കട്ട് ചെയ്തെടുക്കാം. ഇനി ഇവിടെ നിന്ന് 4 ലൂപ്പ് വേണം അതിലേക്ക്. അത് കട്ട് ചെയ്തെടുക്കാം. ഒരു 2 ഇഞ്ച് വീതി എടുക്കാം. ഇത് രണ്ടായിട്ട് മടക്കിയതാണ്. നമ്മൾ ബാൻഡ് കട്ട് ചെയ്യുന്നതിന് മുന്നേ ഇത് സെപ്പറേറ്റ് ആക്കാൻ പാടില്ല. ഇനി ഇത് സെപ്പറേറ്റ് ആക്കി എടുക്കാം. ഇതിൽ 1/10 തുണി ഉള്ളതെന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടെ 2 ഇഞ്ച് ബാൻഡ് വയ്ക്കുമ്പോൾ ഇതിൽ 20 ഇഞ്ച് ഇറക്കം വരും. പിന്നെ 3 ഇഞ്ച് എക്സ്ട്രാ ഉണ്ട്. നമുക്കൊരു 2-2.5 ഇഞ്ച് വീതിയിൽ ബോട്ടം മടക്കി അടിക്കാം. അപ്പോൾ ഇനി ഇതിൻ്റെ സ്റ്റിച്ചിങ് വീഡിയോ കാണിക്കാം. ആദ്യം തന്നെ നമുക്കിതിൻ്റെ പോക്കറ്റ് തയ്ക്കാം. ഇവിടെ നിന്ന് ഇതുവരെ തയ്ക്കുക. അതിനുശേഷം ഇവിടെ നിന്ന് നേരെ താഴേക്ക് തയ്ച്ചെടുക്കുക. അതിനുശേഷം ഇവിടെ നിന്ന് ഇങ്ങനെ ഒരു തയ്യലിടുക. ഇനി ഇതൊന്നും ഇവിടെ നിന്ന് ഓവർലോക്ക് അടിച്ചെടുക്കാം. അപ്പോൾ ഇതേപോലെ ഓവർലോക്ക് അടിച്ചെടുത്തിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ പോക്കറ്റിൻ്റെ പണി. ഇനി ഇവിടെ നമുക്കൊന്ന് കെട്ടും കൂടി ഇട്ടാൽ മതി. അതായത് ഈ ഓപ്പണിൻ്റെ ഇവിടെ അതേപോലെ ഈ ഭാഗത്തും ഒന്ന് കെട്ടിട്ട് തയ്ക്കുക. അപ്പോൾ ഇത്രയും സിമ്പിളാണ് ഇതിൻ്റെ പോക്കറ്റ് തയ്ക്കാൻ. നല്ല ഫിനിഷിങ് കിട്ടും. ഇനി നമുക്ക് ഇവിടെ നിന്ന് ഇതിൻ്റെ പ്ലേറ്റ് ഇടാം. ഒഴിവാക്കിയിട്ട് ഇവിടെ ഈ കര തയ്യത്തുമ്പാക്കി എടുക്കാം. 22 അരവണ്ണം എന്ന് പറഞ്ഞു. അപ്പോൾ 11, ഈ 11നെ 4 ഡിവൈഡ് ചെയ്യുക. അപ്പോൾ 2.25 ഇഞ്ച് ഒരു പ്ലേറ്റ് വരും.
അപ്പോൾ 2.25 ഇഞ്ച് മാർക്ക് ചെയ്യുക. 2.25 ഇഞ്ച് വെച്ചിട്ട് ഫുള്ളായിട്ട് മാർക്ക് ചെയ്തെടുക്കുക. ഇനി ഈ രണ്ടാമത്തെ മാർക്കിൽ നിന്ന് ആദ്യത്തെ മാർക്കിലേക്ക് ഇതിങ്ങനെ വയ്ക്കുക. അതിന് ശേഷം ഇവിടെ നിന്ന് ഇതേപോലെ ഇങ്ങനെ വയ്ക്കുക. എന്നിട്ട് തയ്ച്ചെടുക്കുക. അപ്പോൾ ഇതേപോലെ പാതി 4 പ്ലീറ്റ് ഇടുമ്പോൾ നമുക്ക് കറക്റ്റ് ഈ പോക്കറ്റിനൊപ്പം വരും. ഇനി ഇതിൻ്റെ അടുത്ത പ്ലീറ്റ് ഇതിന് മുകളിലേക്കായിട്ട് ഇടുക. ഈ പോക്കറ്റ് കവർ ചെയ്ത് നിൽക്കും. അപ്പോൾ ഇതേപോലെ പ്ലീറ്റ് ഇട്ട് എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ 4 പ്ലീറ്റ് ഇവിടെ 4 പ്ലീറ്റ് ഇവിടെയും വരും. ഇതിൻ്റെ സെൻറ്ററിൽ നമുക്ക് പോക്കറ്റ് കിട്ടും. ഇനി വന്നിട്ട് ഇതിൻ്റെ ബാൻഡ് അറ്റാച്ച് ചെയ്യാം. ബാൻഡ് ഇതിങ്ങനെ വയ്ക്കുക. എന്നിട്ട് ഇവിടെയുള്ള ഈ തയ്യത്തുമ്പ് ഇവിടെ അടിയിലേക്ക് മടക്കി കൊടുക്കുക. എന്നിട്ട് ഇതിങ്ങനെ വെച്ചിട്ട് അരഞ്ചിൽ തയ്ക്കുക. ഈ എൻഡിൽ വരുമ്പോൾ നമുക്ക് ഈ പീസ് നിവർത്തി വയ്ക്കുക. മടക്കി കൊടുക്കേണ്ട ആവശ്യമില്ല. ഇനി ഇതിങ്ങനെ മടക്കുക. അതിനുശേഷം ഇവിടെ ഒരു അരഞ്ച് മടക്കിയിട്ട് ഇതിങ്ങനെ വെച്ചിട്ട് ഒരു തയ്യലിടുക. ഇതുപോലെ അടിച്ചെടുക്കുക. അതിനുശേഷം രണ്ടാമത് ഇവിടെ നിന്ന് ഒരു തയ്യലിട്ടിട്ട് ഇവിടെ ഒരു 4 ഇഞ്ച് വീതിയിൽ തയ്ച്ചിട്ട് ഇവിടെ ക്ലോസ് ചെയ്യുക. ഇതേപോലെ ഇവിടെ ക്ലോസ് ചെയ്ത് അടിക്കുക. ഇത് കൂടെ ഒരു 4 ഇഞ്ച് തയ്യലിടുക. ഇവിടെ അതേപോലെ ക്ലോസ് ചെയ്ത് അടിക്കുക. ഇനി ചെയ്യാനുള്ളത് ഇതിങ്ങനെ വെച്ചിട്ട് സൈഡ് അടിക്കുക. സൈഡ് വന്നിട്ട് ഒരു 4.5 ഇഞ്ചൊക്കെ ഓപ്പൺ കൊടുത്താൽ മതി. ഇവിടെ കരഭാഗം ഇതേപോലെ ഒപ്പം പിടിക്കുക. എന്നിട്ട് ഇവിടെ നിന്ന് ഇതുവരേക്ക് തയ്ക്കുക. അതിനുശേഷം നേരെ താഴേക്ക് തയ്ച്ചെടുക്കുക. ഒരു തയ്യലും കൂടി ഇടാം. ഇവിടെ വന്നിട്ട് ഇതേപോലെ എൽ ഷേപ്പിലാണ് തയ്ക്കേണ്ടത്. ഇനി ഇതിൻ്റെ ബോട്ട് അടിക്കാം. ബോട്ട് നമ്മൾ 3 ഇഞ്ചാണ് വിട്ടിരിക്കുന്നത്. ഇവിടെ ഒരു അരഞ്ച് മടക്കുക. അതിന് ശേഷം ഈ 2.5 ഇഞ്ച് ഇതേപോലെ മടക്കിയെടുക്കുക. എന്നിട്ട് റൗണ്ടിൽ തയ്ച്ചെടുക്കുക. അപ്പോൾ ഇതേപോലെ ബോട്ടം മുഴുവനായി അടിച്ചെടുത്തിട്ടുണ്ട്. ഇത് 2.5 ഇഞ്ച് തന്നെ വീതി വേണമെന്നില്ല. 1.5 ഇഞ്ചോ 2 ഇഞ്ചോ നമുക്ക് തുണി ഉള്ളതിനനുസരിച്ച് വയ്ക്കാം. വീതി എപ്പോഴും കൂടുതലുള്ളത് നന്നായിരിക്കും. ഇനി ഇതിലേക്കുള്ള ലൂപ്പ് തയ്ക്കാം. ലൂപ്പ് ഇതേപോലെ നമ്മൾ 2 ഇഞ്ച് വീതിയിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിങ്ങനെ ഒന്ന് മടക്കിയിട്ട് ഒരു 1/2 ഇഞ്ച് വീതിയിൽ തയ്ച്ചെടുക്കുക. അപ്പോൾ ഇതേപോലെ ഒരു 1/2 ഇഞ്ച് വീതിയിൽ 2 സൈഡിലും തയ്യലിട്ടെടുക്കുക. ഇത് ഏകദേശം ഒരു 4 ഇഞ്ച് നീളം മതി. ഇനി ഇതിൽ ലൂപ്പ് വയ്ക്കേണ്ടത് ഈ പ്ലേറ്റിൻ്റെ ഉൾവശത്തായിട്ട് 1, ഇവിടെ 1, അതുപോലെ ഇവിടെ 1, ഇവിടെ 1, അങ്ങനെ 4 എണ്ണമാണ് വെക്കേണ്ടത്. ഇവിടെ വന്നിട്ട് ഇത് ഈ ബാൻഡിനൊപ്പം വെച്ചിട്ട് ഒരു 1/2 ഇഞ്ച് താഴെ നന്നായിട്ട് കെട്ടിട്ടെടുക്കുക. അപ്പോൾ ഇതേപോലെ 4 ലൂപ്പ് 1/2 ഇഞ്ചിൽ താഴെ അടിച്ചെടുക്കുക. അതിനുശേഷം നമ്മൾ ഇവിടെ നിന്നൊരു തയ്യൽ സ്റ്റാർട്ട് ചെയ്യുക. എന്നിട്ട് ഇവിടെ എത്തുമ്പോൾ ഇതിങ്ങനെ മടക്കിയിട്ട് ഇതിനോട് ചേർത്തടിക്കുക. അങ്ങനെ ആ തയ്യൽ ഫുള്ളായിട്ട് ആ എൻഡ് വരെയും കൊണ്ടുപോകാം. ഈ ലൂപ്പിൻ്റെ നീളം നമുക്ക് ആവശ്യമുള്ളത് വെച്ചാൽ മതി. ഒരു 1/2 ഇഞ്ച് വെച്ചിട്ട് ബാക്കിയുള്ളത് കട്ട് ചെയ്ത് മാറ്റാം. അപ്പോൾ ഇതേപോലെ 4 ലൂപ്പും തയ്ച്ചെടുക്കുക. ഇനി വന്നിട്ട് ഇവിടെ ഒരു ഹുക്ക് വയ്ക്കുക. അതിനുശേഷം ഈ പ്ലേറ്റിൻ്റെ ഒപ്പം ഇതുപോലെ തയ്ച്ച് പിടിപ്പിക്കുക. അപ്പോൾ ഇത് കറക്റ്റ് നമുക്ക് ആവശ്യമുള്ള അരവണ്ണം 22 ഇഞ്ച് തന്നെ കിട്ടും. പിന്നെ വണ്ണം കുറയ്ക്കണമെന്നുണ്ടെങ്കിൽ 1-2 ഇതേപോലെ ഉള്ളിലേക്ക് വെച്ച് പിടിപ്പിക്കുക. അപ്പോൾ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതോടൊപ്പമുള്ള ബെൽ ബട്ടണും പ്രസ് ചെയ്യുക.